ഇനി ക്രിസ്തുമസ് ഈ അടുത്ത് വരാനിരിക്കുകയാണ്. ക്രിസ്തുമസിന്റെ ഐതിഹ്യം എന്താണ്? ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ്. ദൈവം മനുഷ്യനായി ജനിച്ചു. എല്ലാവരുടെയും ജന്മപാപം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആള് ദൈവമാണെന്ന് അവർ പറയുന്നു. അത് എങ്ങനെ ദൈവമാവാന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല. അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പേ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനും വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാവരുടെയും പാപം പേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ പിലാത്തോസിന്റെ പട്ടാളം പിടിച്ച് കുരിശ് തറക്കാൻ കൊണ്ടുപോകുമ്പോൾ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. എന്തിനാണ് കുരിശിൽ കയറിയിട്ട് പോലും എലോഹി എലോഹി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിന് എന്ന് ചോദിച്ചത്? അതും നമ്മൾ അന്വേഷിക്കുന്നതിന് ഈ വേദിയിൽ പ്രസക്തിയില്ല. അവര് വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം. ദൈവം മനുഷ്യനായി ജനിക്കുന്നു. എന്തിന്? എല്ലാവരുടെയും പാപം പേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക, അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റൂല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിക്കണല്ല, അവന് തുല്യമായി ആരുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനം. ദൈവത്തിന്, ഇലാഹിന്, അള്ളാഹുവിന് തുല്യമായി ഒരാളുമേ ഇല്ല, ഒരു വസ്തുമേ ഇല്ല. അപ്പൊ ഇത് പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ്. അന്നത്തെ ചരിത്രമൊക്കെ വിശദീകരിക്കാൻ സമയം കുറെ വേണ്ടി വരും. പുൽക്കൂട്ടിൽ ജനിച്ചു. എല്ലാവരും ഒരു കനേഷുകുമാരിക്ക് പ്രഖ്യാപിച്ചു. അന്നത്തെ രാജാവ് എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു. ഈ ജോസഫും മറിയും എത്തിച്ചേർന്നപ്പോഴേക്ക് നന്നായിട്ട് രാത്രിയായിരുന്നു, കനേഷുകുമാരിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പൊ അവര് പശുക്കളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പുൽക്കൂട്ടിൽ നേരം വെളുക്കോളം താമസിക്കാൻ തീരുമാനിച്ചു. അതിനിടക്ക് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നു എന്നാണ് വിശ്വാസം. അത് ഡിസംബർ 25-നാണോ അല്ലേ? അതൊക്കെ വേറൊരു ചർച്ചയാണ്. പല ചർച്ചുകളും പല സഭകളും ഡിസംബർ 25-നല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പല സഭകളും ഡിസംബർ 25-നല്ല, ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കല്. അതൊക്കെ മറ്റൊരു ചർച്ച, അവരുടെ ഇടയിലുള്ള അഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ദൈവം മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ബത്ലഹേമിൽ ജനിച്ചു എന്ന വിശ്വാസം, അത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല. ദൈവം ജനിക്കൂല. അതോടൊപ്പം ദൈവം ജനിക്കുമ്പോ ആ ദൈവം എവിടെ ജനിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം ഉദിച്ചു. ഈ നക്ഷത്രം ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി ഈ പുൽക്കൂടിലേക്ക്. ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്റ്റാർ വെക്കുമ്പോ അവരുടേതായ രീതിയിൽ സ്റ്റാർ വെക്കലും അവരുടെ ആഘോഷവും നടത്തുമ്പോ